നല്ല പടം. അത് തന്നെ ജിത്തു ജോസഫിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അവസാനം വന്നിട്ടുണ്ട്. ത്രില്ലർ മൂവിയാണ്. ബിജു മേനോനും ജോജി ജോർജും കലക്കി അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ ത്രില്ലർ മൂവി. സൂപ്പർ അടിപൊളി പടം. സൂപ്പർ. സൂപ്പറായിരുന്നു. സൂപ്പർ മൂവിയായിരുന്നു. നമ്മള് ത്രില്ലിംഗ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് വിചാരിച്ച് ചെറിയ മാലപ്പടക്കം വരുന്നു, അത് തന്നെയാണ് വെടിക്കെട്ട് തുടങ്ങണത്. അടിപൊളിയായിരുന്നു. അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് കാണണം. എല്ലാവരും കാണണം കേട്ടോ. സൂപ്പർ പടം. സൂപ്പർ വെറൈറ്റിയാണ് സംഭവം. നമ്മള് പുള്ളി ഇത് എവിടുന്ന് കഥ കിട്ടണമെന്ന് അറിയാൻ പാടില്ല. സൂപ്പറാണ്. അടിപൊളി. നല്ലൊരു മിസ്റ്റർ ത്രില്ലറാട്ടോ. ഇൻട്രോഡ്യൂസ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അവിടെ ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവുള്ളൂ. കുഴപ്പമില്ല. നല്ലൊരു മെസ്സേജ്. നന്നായിട്ട് പെർഫോമൻസ് ബേസ്ഡാവട്ടെ പടം. അതുകൊണ്ട് ബിജു മേനോൻ കലക്കിയിട്ടുണ്ട്. പുറകെ ജോജി ജോർജും രണ്ടുപേരുടെയും പെർഫോമൻസിനാണ് അടിപൊളിയായിട്ടുള്ളത്. ബിജു മേനോൻ കലക്കുവാണ് കയറി. നല്ലൊരു ജിത്തു ജോസഫിൻ്റെ ക്രിമിനൽ ബുദ്ധി വീണ്ടും പ്രവർത്തിച്ചിട്ടുണ്ട് കേട്ടോ. ദൃശ്യം കഴിഞ്ഞ ഒരു ത്രില്ലർ തന്നെയാണ്. പുള്ളിയുടെ ദൃശ്യം കഴിഞ്ഞുള്ളൊരു ത്രില്ലർ തന്നെ ആയിട്ടുണ്ട്. നന്നായിട്ടുണ്ട് പടം. ഇൻട്രോയിൽ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിപ്പോയി. ഇൻട്രോയിൽ വരെ അടിപൊളിയായിരുന്നു. ഇൻട്രോയിൽ ഇച്ചിരി നമുക്ക് ചിന്തിക്കാനൊക്കെ കുറേ ഉണ്ട്. അങ്ങനെ ആയിട്ടൊരു കോംപ്ലിക്കേറ്റഡ്. വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല പടം. നല്ലൊരു ത്രില്ലർ പടം. നമ്മൾ ദൃശ്യമൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു ഡാർക്ക് മൂഡ് പടമാണ് കേട്ടോ. കുഴപ്പമില്ല. നല്ല പടം. നല്ല ഇൻ്റലിജൻസ് സ്ക്രിപ്റ്റാണ്. ഡയറക്ഷൻ നല്ലതാണ്. ഒരു ത്രില്ലറാണ്. യാതൊരു ലാഗ് അങ്ങനൊന്നുമില്ല. കുറച്ച് ലോജിക്കൽ എറേഴ്സ് ഉണ്ട്. ജിത്തു ജോസഫ് കുറച്ചുകൂടെ ഡിഫറെൻറ്റ് ജോണർ ട്രൈ ചെയ്യണം. എല്ലാം കൊണ്ട് നല്ല എൻ്റർടൈനറാണ്. മറ്റേ എല്ലാവരും അഭിനയം വളരെ നല്ലതാണ്. കുറച്ച് ലോജിക്കൽ എറർ മാത്രമേ ഉള്ളൂ. ജിത്തു ജോസഫ് നല്ല ഡയറക്ടർ. ടിപ്പിക്കൽ ജിത്തു ജോസഫ് ഫിലിമാണ്. ജിത്തു ജോസഫ് പല ജോണർ ദൃശ്യത്തിൻ്റെ അത്രയും വരില്ല. ഒരു ത്രില്ലറാണ്. ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ഫാമിലി ത്രില്ലറാണ്. ജിത്തു ജോസഫ് വേറെ പല ജോണർ ട്രൈ ചെയ്യാൻ. ഇത് മാത്രമല്ല എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. ബിജു മേനോനാണെങ്കിലും ജോർജ് എല്ലാവരാണ്. ജോർജ് എല്ലാവരാണ് പെർഫോം ചെയ്യുന്നത്. പിന്നെ അവിടെ ഇവിടെ കുറച്ച് ലോജിക്കൽ എറേഴ്സ് ഉണ്ട്. നല്ലൊരു എൻ്റർടൈനറാണ്. ദൃശ്യത്തിൻ്റെ അത്രയും പ്രതീക്ഷിക്കണ്ട. പടം നല്ല പടമാണ്. നല്ല സസ്പെൻസ് ആണ് ഇപ്പോൾ ഉണ്ടായിരുന്ന കഥ. അവറേറ്റിനുണ്ട്. ജിത്തു സാറിൻ്റെ ഒരു വ്യത്യസ്തമായ പുതിയ നല്ല വ്യത്യസ്തമായ സിനിമ ഇഷ്ടപ്പെട്ടു. നല്ല മൂവിയായിരുന്നു. എക്സ്പെക്റ്റഡ് ഓഫ് ജിത്തു ജോസഫ് മൂവി. അടിപൊളിയായിരുന്നു. ത്രില്ലറും സിനിമാറ്റോഗ്രാഫിയും എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആക്ടേഴ്സ് ആണെങ്കിൽ ഈക്വൽ സ്ട്രോങ് ആയതുകൊണ്ട് ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് മത്ലബ് ജോജു എല്ലാവരുടെയും പ്രിയപ്പെട്ട. അടിപൊളിയായിരുന്നു മൂവി. ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗുഡ് മൂവി. നല്ല മൂവിയായിരുന്നു. നല്ല ത്രില്ലറായിരുന്നു. ജിത്തു ജോസഫിനെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലത്തെ തന്നെ മൂവിയായിരുന്നു. അത് നൈസായിരുന്നു. ലാസ്റ്റ് വരെയും അവർ രണ്ടുപേരും ഇങ്ങനെ പിടിച്ചു നിന്ന് അങ്ങനെ പോയി. നല്ല പെർഫോമൻസ് ബേസ്ഡ് പടമാണ്. ജോജുവും ബിജു മേനോനും തമ്മിലുള്ള ഒരു ഇതാണ്. ബിജു മേനോൻ ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള ഒരു ക്യാരക്ടറായിട്ട് സാധാരണ ബിജു മേനോൻ ചെയ്ത പോലീസ് വേഷങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. പിന്നെ വളരെ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അതിനെ ഒരു പസിൽ രൂപത്തിലൊക്കെ ആക്കിയിട്ട് ഒരു ത്രില്ലർ രൂപത്തിൽ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു മിറാഷിൽ മിസ്സായ ഒരു സംഭവം ഇതിനകത്ത് ശരിക്കും കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ജോജുവും ബിജു മേനോനും അവരെ തമ്മിലുള്ള പെർഫോമൻസ്, അവരെ തമ്മിലുള്ള സീനുകൾ തന്നെയാണ് പടത്തിൻ്റെ ഹൈലൈറ്റ്. മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ത്രില്ലറിലുപരി അതായത് ജോജുവിൻ്റെ ക്യാരക്ടർ വളരെയധികം നമുക്ക് ഇമോഷണലി കണക്റ്റ് ആവുന്ന രീതിയിലാണ്. പിന്നെ ഗോകുൽ അതുപോലുള്ള ബാക്കി ഷാജു അതുള്ള ആക്ടേഴ്സൊക്കെ നല്ല പെർഫോമൻസാണ്. ഒരു ഇമോഷണൽ ത്രില്ലർ പോലീസ് സ്റ്റോറി അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ധൈര്യമായിട്ട് കാണാൻ പറ്റുന്ന സിനിമയാണ്.